ഞങ്ങളിപ്പോൾ ഉള്ളത് ഗോങ്ജോയിലെ സായ് ഹുങ് ചിയാവ് എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിലാണ്. കണ്ടിട്ട് ഒരു സ്പേസ് സ്റ്റേഷൻ പോലെയുണ്ട്. ഞങ്ങളും ആദ്യമായിട്ടാണ് ഈ മെട്രോ സ്റ്റേഷനിൽ വന്നേക്കണത്. ഗോങ്ജോനെ നമുക്ക് ചൈനയിലെ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ എന്ന് പറയാം. ലോക പ്രശസ്തമായ കാന്റൺ ഫെയർ നടക്കുന്നത് ഇവിടെ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ബിസിനസ് ആവശ്യത്തിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന സിറ്റിയാണിത്. മെട്രോ സ്റ്റേഷൻ കണ്ടാൽ പുതിയതായിട്ട് തോന്നുമെങ്കിലും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചുറ്റും പഴയ ബിൽഡിങ്സാണ്. ചിന്നു ഒരു 4-5 വർഷം ഷാങ്ഹായിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചൈനയിലെ പല സിറ്റികളിലും കറങ്ങിയിട്ടുണ്ട്. അത് വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഗോങ്ജോ ഒരു പഴയ സിറ്റി ആയിട്ട് തോന്നും. പിന്നെ ഇവിടുത്തെ ബിൽഡിങ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാത്ത പോലെ. ഈ സിറ്റിയിലെ നടപ്പാതകളും കുറച്ച് ചെറുതായിട്ടാണ് തോന്നുന്നത്. ഇതിപ്പോൾ സിറ്റിയുടെ ഈ ഭാഗത്തെ കാഴ്ചകളാണ്. ചിലപ്പോൾ സിറ്റിയുടെ സെൻറ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ കാഴ്ചകൾ മൊത്തത്തിൽ മാറിയിരിക്കും. ഈ ഏരിയ പഴയതായിട്ട് തോന്നിയെങ്കിലും വൃത്തിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഈ കണ്ട ഗാർബേജൊക്കെ ഇവിടെ അടുത്ത് താമസിക്കുന്ന ബിൽഡിങ്സിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. വൃത്തിയുടെ കാര്യത്തിൽ ചൈനയെ സമ്മതിച്ചേ പറ്റൂ. ഏകദേശം ഇന്ത്യയിലുള്ള അതേ ജനസംഖ്യ, ഏകദേശം 3 ഇരട്ടി ഭൂമിയുമുള്ള രാജ്യമാണ് ചൈന. എന്നിട്ടും എല്ലാ ഭാഗം ക്ലീനാക്കി വെക്കുന്നത് സമ്മതിച്ചേ പറ്റൂ. ഞാൻ 2013 ആദ്യമായിട്ട് ചൈനയിലോട്ട് വന്നത്. ചൈനയിൽ വന്നേക്കാൻ മുമ്പ് എൻ്റെ മനസ്സിലുള്ള ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് പോലത്തെ ഒരു ഏരിയ ആയിരിക്കും എന്നാണ്. കാരണം നമ്മുടെ മീഡിയയും ന്യൂസൊക്കെ കണ്ടാണ് ഞാനും വളർന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ വന്ന ശേഷമാണ് മനസ്സിലായത് നമ്മൾ കേട്ടറിഞ്ഞ ചൈനയല്ല ശരിക്കുള്ള ചൈന. ഇതൊക്കെ ചൈനീസ് ന്യൂ ഇയറിൻ്റെ ഡെക്കറേഷൻസ് ആണ്. ഒരു മാസമായിട്ടും ഇതൊന്നും എടുത്ത് കളഞ്ഞിട്ടില്ല. ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ചിന്നു ഓൺലൈൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഈ കട. ഇന്ന് ട്രഡീഷണൽ ചൈനീസ് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് മാറി പിടിക്കാമെന്ന് വിചാരിച്ചു. ഈ ചെറിയ കടയ്ക്ക് ഇത്രയും വലിയ ക്യൂവോ? ഇവിടെ ഈ പുള്ളി ഓർഡർ എഴുതിയെടുക്കുന്നതാണ്. ഓർഡർ കൊടുത്ത ശേഷമാണ് പുള്ളി ഉണ്ടാക്കാൻ തുടങ്ങുള്ളൂ. ഇവിടുന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോഴത്തേക്ക് 2 മാത്രം ഓർഡർ ചെയ്യാനുള്ളൂ. ഇതൊക്കെ കഴിക്കാനും കപ്പാസിറ്റി വേണ്ടേ. ഓർഡറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഇതാണ് സംഭവം, സാൻഡ്വിച്ച്. ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇത്രയും വലിയ ക്യൂ. ഇത് പുറമേ നിന്ന് കണ്ട ഒരു വെസ്റ്റേൺ ഡിഷാണെങ്കിലും അകത്ത് ഫുള്ള് ചൈനീസാണ്. ഇത് ടൂണ സാൻഡ്വിച്ചാണ്. ഇത് പോർക്ക് ഫ്രൈ ചെയ്തത്. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായി. വെറുതെ അല്ല രാവിലെ തന്നെ ആൾക്കാർ വന്ന് ക്യൂ നിൽക്കണം. ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പയ്യെ നടന്നു. കുറച്ചു നേരം നടന്നപ്പോഴേക്കും ഈ പാർക്ക് കണ്ടു. എന്നാൽ കുറച്ചു നേരം ഇവിടെ ചുറ്റി കറങ്ങാമെന്ന് വിചാരിച്ചു. ചൈനയിലെ മിക്ക സ്ഥലത്തും, അതിപ്പോൾ ടൗൺ ആയാലും സിറ്റി ആയാലും എല്ലാ ലൊക്കാലിറ്റിയിലും ഇതുപോലത്തെ പാർക്ക് ഉണ്ടാവും. ഇത് ഇവരുടെ ഒരു സ്റ്റാൻഡേർഡാണെന്നാണ് തോന്നുന്നത്. കാരണം ചൈനയിൽ എവിടെ പോയാലും ഈ സ്റ്റാൻഡേർഡ് നമുക്ക് കാണാൻ പറ്റും. ഇനി കുറച്ചു നേരം ഇവിടുത്തെ പാർക്കിൻ്റെ ഭംഗി ആസ്വദിച്ചിരിക്കാം. ഈ മഞ്ഞ ഇലകളുള്ള ചെടി കാണാൻ നല്ല ഭംഗിയുണ്ട്. ദൂരേന്ന് കണ്ട പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കി വെച്ചതാണെന്ന് തോന്നിയെങ്കിലും ഇത് ശരിക്കുള്ളതാണ്. പല നിറമുള്ള ബോഗൻവില്ല ഒരു മരത്തിൽ തന്നെ. ഇതൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിലും കാണാൻ പറ്റും. ഈ ഇരുമ്പ് കൊണ്ടൊക്കെ പിടിപ്പിച്ചേക്കുന്നത് മരം കാറ്റിലാടാണ്ടിരിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നല്ല കാറ്റ് വന്നാൽ ഇതൊക്കെ മറിഞ്ഞു വീഴും. ഇവിടുത്തെ ഏത് പബ്ലിക് പാർക്കിൽ പോയാലും ഇതുപോലത്തെ ഇഷ്ടംപോലെ ഭംഗിയുള്ള പല മരങ്ങളും ചെടികളൊക്കെ കാണാം. എല്ലാം പബ്ലിക് പാർക്കാണ്. സോ എൻട്രി ഫീസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചെടികളും മരങ്ങളും പിന്നെ പക്ഷികളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പാർക്കിൽ നിന്ന് ഇറങ്ങി തിരിച്ച് സ്ട്രീറ്റിലോട്ട് വന്നു. ഇതാണ് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ഏരിയ.
ഇഷ്ടംപോലെ ഫുഡ് വെറൈറ്റീസ് ഉണ്ട് ഗോങ്ജോയിൽ. ഇതിൽ ഏതെങ്കിലും ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഇതുവരെയും കഴിക്കാത്ത ഫുഡ് എന്തെങ്കിലും കഴിക്കണം. ചിന്നു പോയി അവിടെ ഒരു ബബിൾ ടീ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ ഈ റെസ്റ്റോറൻറ്റിൽ കയറാമെന്ന് വിചാരിച്ചു. കണ്ടിട്ട് അധികം ആൾക്കാരൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ കഴിക്കാൻ ഉദ്ദേശിച്ച ഒരു സാധനം ഇവിടെ കിട്ടും. ഇതാണ് ചാങ് ഫങ്, ഗോങ്ഡോങ് പ്രൊവിൻസിലെ ഏറ്റവും ഫേമസ് ഡിഷുകളിൽ ഒന്ന്. ഇത് ബേസിക്കലി മാവ് വെള്ളത്തിൽ കലക്കി സ്റ്റീം ചെയ്തതാണ്. ഇതിന് ടേസ്റ്റ് വന്നത് ആ സോസാണ്. സോയാ സോസിൻ്റെ കൂടെ വേറെ പല സോസും മിക്സ് ചെയ്തിട്ടാണ് ആ സോസ് ഉണ്ടാകുന്നത്. അത് അടിപൊളിയായിരുന്നു. പിന്നെ അടുത്തത് ട്രൈ ചെയ്തത് ഈ കഞ്ഞിയാണ്. നമ്മുടെ നാട്ടിൽ കഞ്ഞി ശരിക്കും അസുഖം വരുമ്പോൾ കഴിക്കാനുള്ള ഒരു ഡിഷായി മാറി. പക്ഷേ ചൈനയിൽ കഞ്ഞീനെ വെറും കഞ്ഞിയായിട്ടല്ല കാണുന്നത്. കഞ്ഞി വെച്ച് അവരൊരു 100 ഡിഷെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് ഞാനിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഞ്ഞിയുടെ അകത്ത് സ്പ്രിങ് ഓണിയൻ, മുട്ട അതൊക്കെ ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നാനിങ് സിറ്റിയിൽ കഴിച്ച ഇഞ്ചി കഞ്ഞീൻ്റെ അത്രയും വരില്ല. ഇതിൽ ഇഞ്ചി ഇടാത്ത കാരണമാണെന്നാണ് തോന്നുന്നത്, ആ ഒരു ടേസ്റ്റ് കിട്ടണില്ല. അടുത്തത് കഴിക്കാൻ പോകുന്നത് ഒരു ഡെസേർട്ടാണ്. ഇത് പാല് തിളപ്പിച്ച് കട്ടിയാക്കിയിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ടേക്കുക. ഇനി ആ മുട്ട അങ്ങോട്ട് പൊട്ടിച്ച് ഇതിലേക്ക് മിക്സ് ചെയ്യണം. പാലിന് നല്ല ചൂടുണ്ട്, അത് കാരണമാണ് മുട്ട ഇങ്ങനെ വെന്ത് വന്നത്. ഇവള് ചുമ്മാ അത് കുടിച്ചുകൊണ്ടിരിക്കുക, ഒരു അഭിപ്രായം പറയാനില്ല. ഞാൻ ഒന്ന് കുടിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അതെ, ആദ്യം തന്നെ എനിക്ക് കിട്ടിയത് ഇഞ്ചിയുടെ എരിച്ചിലാണ്. വെറുതെ അല്ല ചിന്നൊന്നും പറയാണ്ടിരുന്നത്, കാരണം ഇത് ടേസ്റ്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്. ഇതിനെ നമുക്ക് ജസ്റ്റ് സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയാം. ഇന്ന് ഇഷ്ടംപോലെ ഐറ്റംസ് കഴിച്ചു. ഇനി അവസാനമായിട്ട് ഈ ഒരു കടയിൽ കയറി. ഇവിടെ ഓർഡർ ചെയ്തത് സാധാരണ ഒരു നൂഡിൽസാണ്. അതിൻ്റെ മുകളിൽ കൂടെ പന്നിയുടെ ഗ്രേവിയാണ് ഇട്ടന്നേക്കുന്നത്. ഞാൻ കഴിച്ചു നോക്കി, പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. വേറെ ഒന്നല്ല, ഒരു ടേസ്റ്റ് ഉണ്ടായില്ല. എരിവ്, പുളി, മധുരം, ഉപ്പ് ഇതിങ്ങനത്തെ എന്തെങ്കിലും ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ കഴിക്കാമായിരുന്നു. ഒരു ടേസ്റ്റ് ഇല്ലാണ്ട് കഴിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ചിന്നൂന് ഇത് പോവും, കാരണം ഇവളുടെ നാട്ടിൽ ഭക്ഷണം ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കും. അധികം ഫ്ലേവറോ ടേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല. ഇവളുടെ നാട്ടിൽ ആൾക്കാർക്ക് ഒറിജിനൽ ടേസ്റ്റ് വേണം. അത് കാരണം മിക്ക സാധനം ഉണ്ടാക്കുമ്പോൾ ഉപ്പ്, എരിവ്, പുളി വളരെ കുറച്ചേ ഇടുള്ളൂ. അങ്ങനെ ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി.